ശ്വേത പേരെടുത്ത് പറഞ്ഞിരുന്നു. ബാബു രാജ ആയിക്കൊള്ളട്ടെ, ഇടവേള ബാബു ആയിക്കൊള്ളട്ടെ, സിദ്ദിഖ് ആയിക്കൊള്ളട്ടെ, കുറ്റാരോപിതർ തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് തന്നെ അടക്കമുള്ള കമ്മിറ്റി രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ശ്വേത പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായോ? അല്ല, ഇതില് ആദ്യമേ ഞങ്ങൾ എടുത്ത തീരുമാനം, ഇപ്പോ സുരേഷ് ഇന്നലെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്ത തീരുമാനം കുറ്റാരോപിതർ ഭാരവാഹി സ്ഥാനത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി. അത് നിങ്ങൾ തന്നെ ചോദിക്കുന്നുള്ള അറിയാം. നിങ്ങൾ ചോദിക്കും, ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ കുറ്റാരോപിതനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കമ്മിറ്റിയിൽ എടുത്തത് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ ഈ അടുത്ത ഇലക്ഷനിലും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ, അത് നിയമമില്ല, നിയമത്തിന്റെ പരിരക്ഷ അവർക്കുണ്ടാകും. പക്ഷെ ധാർമ്മികമായി അത്തരം കുറ്റാരോപിതർ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്നതാണ് അമ്മയുടെ പൊതു തത്വം. അത് പാലിക്കാൻ ഇനി അടുത്ത ഇലക്ഷനും, ഈ അഡ്വ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കുറ്റാരോപിതർ മാറി നിൽക്കേണ്ടതാണ് എന്നാണ് അമ്മയുടെ പക്ഷം. അല്ല, ക്ഷമിക്കാവുന്നുള്ള കുറ്റം തന്നെയാണ്. പക്ഷേ അങ്ങളുടെ തൃപ്തി എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്, അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കുറയുന്നത് കാണുമ്പോൾ, ഈ സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വിഴുപ്പലക്കുന്നത് കാണുമ്പോൾ അവർക്കുണ്ടായ ഒരു ധാർമ്മിക രോഷമുണ്ടല്ലോ അംഗങ്ങൾക്ക്. അത് വ്യക്തിപരമായി ശ്വേതയ്ക്കെതിരെയോ കുക്കു പരമേശ്വരനെതിരെയോ ഉള്ള ഒരു രോഷമല്ല. അത് ഭരണ നേതൃത്വം ഈ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഇതിങ്ങനെ തെരുവിലേക്ക് എത്താതെ നോക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അമ്മയിലെ അംഗങ്ങളുടെ പൊതുവികാരം. രാവിലെ വന്നത് പ്രസിഡന്റായിട്ടാണ്, തിരിച്ചു പോകുന്നത് ഒരു അംഗം പോലും അല്ലാതെയാണ്. അതായത് അംഗത്തെ പോലും രാജിവെച്ചുകൊണ്ടാണ്. ഇതൊരു പക്വതയില്ലായ്മയാണോ, എന്താണ്? അല്ല, അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് ആ തീരുമാനം ശ്വേത പിൻവലിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ, അല്ല, പക്വതക്കുറവെന്ന് പറഞ്ഞിരുന്നാൽ അത് എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്, ശ്വേത ആ തീരുമാനം പിൻവലിക്കും എന്ന് തന്നെയാണ്. കാരണം അംഗത്വം തുടരും തന്നെയാണ് എന്റെ വിശ്വാസം. അല്ല, തെറ്റ് തിരുത്താനുള്ള അവസരം കൊടുക്കാമായിരുന്നു എന്ന പക്ഷം ഉണ്ടായിരുന്നു. ഭൂരിഭാഗം അംഗങ്ങളും അതാണ് പറഞ്ഞത്. അങ്ങനെ തെറ്റ് തിരുത്താൻ ഒരു അവസരം കൊടുക്കാമെന്ന അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ കുറച്ച് എതിർപ്പ് വന്നപ്പോൾ ശ്വേത രാജിയിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ കൂടുതൽ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ഇമേജിന് വളരെ ക്ഷീണം തട്ടുമായിരുന്നു. കാരണം സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി എന്നൊരു സാഹചര്യം വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ പരമാവധി ശ്രമിച്ചത് ഒരു ഒത്തുതീർപ്പിനാണ്. മറ്റൊരു ആരോപണം പറയുന്നത്, രാവിലെ മുതൽ തന്നെ ഗൂഢാലോചന നീക്കങ്ങളുണ്ടായിരുന്നു. ഒന്ന് രജിസ്ട്രേഷൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറ്റി, തൊട്ടടുത്തേക്ക് മാറ്റി. അതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഗൂഢാലോചന ഇല്ല കേട്ടോ. ഈ അസംതൃപ്തിയും എല്ലാം അംഗങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഗൂഢാലോചനയില്ല, അത് നിയമപരമായി തന്നെയാണ്. ഈ സംഘടനാ നേതൃത്വത്തിനെതിരായി ഒരു പ്രിന്റ് ചെയ്ത ഒരു ആരോപണം, അത് വെച്ചിട്ട് ഒരു പാംഫ്ലെറ്റ് കൊടുത്തിരുന്നു എല്ലാ അംഗങ്ങൾക്കും. വായിച്ച് നിങ്ങൾക്ക് ന്യായമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ അവിശ്വാസവുമായി സഹകരിക്കുക എന്ന അർത്ഥത്തിലാണ് ഒപ്പിടിവെച്ചത്. എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇത് വായിച്ചു നോക്കുക. ഇതിൽ കുറെ പോയിന്റുകൾ ഞങ്ങൾക്ക് നിരത്താനുണ്ട്. അതിൽ ഗൂഢാലോചന എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കാല സമിതിയുടെ പ്രവർത്തനത്തിന് അതൃപ്തരായിരുന്നു എന്നുള്ളതാണ് സത്യം.